ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡോസിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ സ്ക്രീൻ റെക് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സ്ക്രീൻ റെക് എന്ന ഒരു ലിങ്ക് വന്നിട്ടുണ്ട്, screenrec.com. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇപ്രകാരം നമ്മൾ ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗെറ്റ് ഇറ്റ് ഫ്രീ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിലാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Alt+S നൗ ടു ക്യാപ്ചർ യുവർ സ്ക്രീൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വിൻഡോസിൽ Alt കീ അതുപോലെ S എന്നത് കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്ക്രീൻ ക്യാപ്ചർ ചെയ്ത് തുടങ്ങുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുന്നേ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സെറ്റിങ്സ് എന്തെല്ലാം എന്ന് നോക്കാം. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണിത്. ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ് ഓപ്ഷൻ എല്ലാം ലഭിക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്യണം, അതുപോലെ മൈക്രോഫോൺ ആണെങ്കിൽ അത് ഏത് മൈക്രോഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി മൈക്രോഫോൺ വേണ്ട എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടിൽ ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് വീഡിയോ ഫോർമാറ്റിലെല്ലാമാണ് നമുക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. HD അതുപോലെ 4K ഫോർമാറ്റിലെല്ലാം നിങ്ങൾക്ക് ഇത് ലഭിക്കണമെങ്കിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് എല്ലാം വരുത്തി ഈ സെറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്ത് ഇത് നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ Alt+S എന്ന് ഇവിടെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ഭാഗമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ട ഈ ഒരു പാർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത്ര ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് എവിടെയാണ് ഈ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് കറക്റ്റായി സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്രകാരം ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ വന്നിരിക്കുന്ന സ്റ്റാർട്ട് വീഡിയോ റെക്കോർഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് ഈ ഫ്രീ വേർഷനോട് കൂടി ലഭിക്കുന്നത് 5 മിനിറ്റ് ദൈർഘ്യത്തിലെല്ലാം സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്നതിനാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ആകും. ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ ഒരുപാട് യൂസ് ചെയ്തിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ മിനിറ്റ് ഇവിടെ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ ഒരു സ്ക്രീൻഷോട്ട് എല്ലാം നമുക്ക് എടുക്കണമെങ്കിൽ ഫോട്ടോ എല്ലാം എടുക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് എല്ലാം നമുക്ക് ഇപ്രകാരം സെലക്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്ക്രീൻഷോട്ട് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇപ്രകാരം ഇത് സേവ് ചെയ്യാം. അതുപോലെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വാട്ടർമാർക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാം ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇപ്രകാരം ഇവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നതിൽ നമുക്ക് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സേവ് ടു കമ്പ്യൂട്ടർ എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് പ്ലേ ചെയ്ത് കാണണമെങ്കിൽ നമുക്ക് ഇപ്രകാരം പ്ലേ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്